എവരിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എഗെയിൻ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാനപ്പെടുത്തിയുള്ള MCQ സീരീസിലേക്കാണ് കിടക്കുന്നത്. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് PSCയുടെ കീ ഏരിയാസ് ആണ്. PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കാണാൻ പോകുന്നത്. ആർക്കെങ്കിലും നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ 90 72 71 0772 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫീസ് വരുന്നത് 2500 രൂപയാണ്. എല്ലാം റെക്കോർഡഡ് സെക്ഷൻസ് ആയിട്ടായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. PDF നോട്ടും MCQസും അവൈലബിൾ ആയിരിക്കും. അതുപോലെ നോട്ടിന് തന്നെയായിട്ട് 500 റുപ്പീസാണ് പേയ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അതും PDF ആയിട്ട് ടെലഗ്രാം വഴി ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ MCQ സീരീസിലേക്ക് പോകാം. ഇത് PSC ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നോക്കുക, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ലേബർ പ്ലസ് എക്സ്പെൻസ് ഈസ് കോൾഡ്. ഓക്കെ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ലേബർ പ്ലസ് എക്സ്പെൻസ് ഈസ് കോൾഡ് ഓവർ ഹെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓവർ ഹെഡ് എന്നാണ് പറയുക. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ലേബർ എക്സ്പെൻസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ 3 ഐറ്റമാണ് വരിക. മെറ്റീരിയൽ ഉണ്ടാവും, ലേബർ ഉണ്ടാവും, അതുകൂടാതെ മറ്റ് ചിലവുകളുണ്ടാവും. ഇതിൻ്റെ എല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ നമ്മൾ ഓവർ ഹെഡ് എന്നും ഡയറക്റ്റ് എക്സ്പെൻസുകളെ നമ്മൾ പ്രൈം കോസ്റ്റ് എന്നുമാണ് പറയുക. പ്രൈം കോസ്റ്റ് ഫസ്റ്റത്തെ ഓപ്ഷനകത്ത് കൊടുത്തിട്ടില്ലേ. ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ടോട്ടലുകളായിരുന്നെങ്കിൽ നമ്മളതിനെ പ്രൈം കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ആയതുകൊണ്ട് നമ്മളതിനെ ഓവർ ഹെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ്. Then when check deposited into bank dishonored, the account debited is. ഒക്കെ നോക്കുക, ചെക്ക് ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, അത് ഡിസോണേഡ് ആയി. ഓക്കെ, അപ്പോൾ ഏത് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് എന്താണെങ്കിലും ചെക്ക് കിട്ടുമ്പോൾ 1-2 ജേണൽ എൻട്രീസ് വരും. അതായത് ചെക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പം നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. പിന്നെ ആരാണോ നമുക്ക് തന്ന ക്രെഡിറ്റർ ആളുടെ പേഴ്സണൽ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും, ആ അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് പൈസ തരാനുള്ളൊരു ഡെപ്റ്ററാണല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ക്രെഡിറ്റർ വരാത്തത്. അപ്പോൾ നമ്മൾ നോർമലി എന്ത് ചെയ്യും, പേഴ്സണൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ജേണൽ എൻട്രി വരിക. ഓക്കെ, അത് ഇത്തിരി പാടാണ്, ജേണൽ എൻട്രി അറിയാവുന്നവർക്കാണ് പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിനടുത്ത് വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് വെൻ. താഴെ പറയുന്നവയിൽ എപ്പോഴാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുക? ഞാൻ ടേംസ് പഠിപ്പിച്ചപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ മുടക്കുന്ന എമൗണ്ടുകളെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരും. ഇപ്പോൾ സാലറി പേ ചെയ്തു, റെൻറ്റ് പേ ചെയ്തു, സ്റ്റേഷനറി പേ ചെയ്തു, ഇതെല്ലാം റവന്യൂ എക്സ്പെൻസുകളാണ്. ഓക്കെ, എന്നാൽ ലോങ് ടൈമിൽ ഉപയോഗിക്കാനായിട്ടുള്ള ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് എന്ത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ലോങ് ടൈമിലേക്ക് ഒരു ബിസിനസ്സിന് കിട്ടും. അങ്ങനെയുള്ള എക്സ്പെൻസുകളെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ A ആണ് കറക്റ്റ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ബാക്കി എല്ലാ എക്സ്പെൻഡിച്ചറും എന്താ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇത് കൂടാതെ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. അതാത് വർഷം എഴുതി തള്ളാൻ പറ്റാത്ത ഹ്യൂജ് എക്സ്പെൻസുകളെ നമ്മൾ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത് നോക്കുക, ദ ടേം ഡിപ്ലഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ് അസറ്റ്. ഡിപ്ലഷൻ ഈസ് റിലേറ്റഡ്, എല്ലാം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഇടയ്ക്കും ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഫിക്സഡ് അസറ്റിനുണ്ടാവുന്ന റിഡക്ഷൻ, വാല്യൂവിലുള്ള റിഡക്ഷനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഡിപ്രീസിയേഷനെ തന്നെ നമ്മൾ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നൊരു ടേം നമ്മൾ പ്രധാനമായിട്ടും ഇൻടാഞ്ചിബിൾ അസറ്റിനാണ് ഉപയോഗിക്കുക. ഓക്കെ, ദെൻ ഡിപ്ലഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ മെയിനായിട്ടും വേസ്റ്റിംഗ് അസറ്റിനാണ് ഉപയോഗിക്കുക. ചില അസറ്റുകൾക്ക് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കൂടും, കാലം പഴകും തോറും കുറയുന്നതിന് പകരം എമൗണ്ട് കൂടും. അതിനെ നമ്മൾ അപ്രീസിയേഷൻ എന്നാണ് പറയുക. ഇത് ഡിപ്രീസിയേഷനായിട്ട് ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ്. ഇതെല്ലാം DAയുടെ സിലബസിലുള്ള ടോപ്പിക്കുകളാട്ടോ. അപ്പോൾ ദ ടേം ഡിപ്ലഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് അക്കൗണ്ട് ഈസ് നോട്ട് ബാലൻസ്ഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ബാലൻസ് ചെയ്യാത്ത അക്കൗണ്ട് ഏതാണ്? ഇതും നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ടും അക്കൗണ്ട് വരച്ച് വരെ പറഞ്ഞതാണ്.
അതായത് നമ്മൾ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കുകയാണെങ്കിൽ 3 എമൗണ്ട് കോളം ഉള്ളതെന്നൊക്കെ വരച്ച് ഞാനിങ്ങനെ വരച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിന് ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട് ഇങ്ങനെ 3 എമൗണ്ട് കോളം ഉണ്ട്. അതിനകത്ത് ക്യാഷും ബാങ്കും നമ്മൾ ബാലൻസ് ചെയ്യും. ഡിസ്കൗണ്ട് കോളം നമ്മൾ എന്ത് ചെയ്യത്തില്ല, ബാലൻസ് ചെയ്യത്തില്ല. ഓക്കെ, ഡിസ്കൗണ്ട് കോളം അങ്ങനെ ടോട്ടൽ ചെയ്തെടുത്തുള്ളൂ. അതാണ് അതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് അതായിരുന്നു ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഏത് അക്കൗണ്ടാണ് നമ്മൾ നോർമലി ബാലൻസ് ചെയ്യാത്തത്? ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ അകത്ത് ഡിസ്കൗണ്ട് കോളമാണ് നമ്മൾ ബാലൻസ് ചെയ്യാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇല്ലാത്ത കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കില്ലാത്തൊരു ടോപ്പിക്കാണ് അത് വരുന്നത്. ദെൻ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മിഷനറി ഈസ് ഡെബിറ്റഡ് ടു. മിഷനറി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസുകൾ, അത് ശരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും റവന്യൂ ആണോ എക്സ്പെൻസിലേക്ക് വേണോ എന്നൊക്കെ. മിഷനറി വർക്കിംഗ് കണ്ടീഷൻ ഒരു അസറ്റ് മേടിച്ച്, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ച് അത് വർക്കിംഗ് കണ്ടീഷൻ ആകുന്നിടം വരെയുള്ള എക്സ്പെൻസ് ഏതാണ്? അത് വർക്കിംഗ് കണ്ടീഷൻ ആകുന്നിടം വരെയുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് അതാത് അസറ്റിൻ്റെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. സോ മിഷനറി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള എമൗണ്ട് മിഷനറിയുടെ മിഷനറി അക്കൗണ്ടിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എക്സസ് ഓഫ് ക്രെഡിറ്റ് ഓവർ ഡെബിറ്റ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ അകത്ത് ക്രെഡിറ്റും ഡെബിറ്റും ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. ടൈം ഇത്തിരി പോയി, ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടൈം കിട്ടത്തുള്ളൂ, അപ്പോൾ ആ സമയം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നിടാണ്, നിങ്ങൾക്ക് ആൻസർ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ MCQs ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്